गोविन्दं भज गोविन्दं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे सम्प्राप्ते सन्निहिते काले नहि नहि रक्षति डुगृञ्जकरणे भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे मूढजहीः धनागमतृष्णा कुरु सद्बुद्धिं मनसि वितृष्णा मूढजहीः धनागमतृष्णा कुरु सद्बुद्धिं मनसि वितृष्णा यल्लभसे निजकर्मोपात्तं वित्तं तेन विनोदय चित्तं भज गोविन्दं भज गोविन्दं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे सम्प्राप्ते सन्निहिते काले नहि नहि रक्षति डुगृञ्जकरणे भज गोविन्दं भज गोविन्दं गोविन्दं भज മൂഢമതേ. ഭജഗോവിന്ദത്തിൻ്റെ രചനയുടെ പുറകിലൊരു കഥയുണ്ട്. ശങ്കരാചാര്യർ കാശിയിൽ താമസിച്ചിരുന്നപ്പോൾ ഗംഗാസ്നാനത്തിന് പോകുന്നതിനിടയിൽ ഒരു ഗൃഹത്തിൻ്റെ വരാന്തയിൽ ഒരു വൃദ്ധൻ വ്യാകരണത്തിലെ ധാതുപാഠം ഉരുടുകയായിരുന്നു. ഭൂസത്തായാം വേദവൃദ്ധവും തനുവിസ്താരേ കരണേച്ച ദുകൃഞ്ഞുകരണേ എന്ന്. പടുവൃദ്ധൻ വ്യാകരണത്തിലെ ഈ ഭാഗം ഉരുടെന്ന് കണ്ടപ്പോൾ ശങ്കരാചാര്യർ ആ വൃദ്ധനോട് പറയുകയാണ്, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞുകരണേ. ഹേ മൂഢ, മൂഢ വെച്ച അജ്ഞാനം ബാധിച്ച വ്യക്തിയാണ് മൂഢൻ എന്ന് പറയുന്നത്. ഹേ മൂഢ, നീ ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ. ഗോവിന്ദൻ ആരാ? ഗോക്കൾ കൊണ്ട് ലഭിക്കാവുന്ന ആളാണ്. ഗോക്കൾ എന്ന് വെച്ചാൽ ഉപനിഷത്തുകൾ എന്നർത്ഥം. ഉപനിഷത്തുകൾ കൊണ്ട് അറിയാൻ സാധിക്കുന്നതായ ആ ഗോവിന്ദനെ പരമാത്മാവിനെ നീ ഭജിക്കൂ, ഭജിക്കൂ. അല്ലാതെ ഈ വാർദ്ധക്യദശയിൽ വ്യാകരണത്തിലെ ഒരു ഭാഗം മാത്രം ഉരുവിട്ട് പഠിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. വ്യാകരണം പ്രയോജനമുള്ളതാണ്, വേദാംഗമാണ്. അതിൽ പക്ഷേ അത് മുഴുവനും പഠിക്കാനുള്ള അവസരം നിനക്ക് ഈ വാർദ്ധക്യത്തിലില്ല. നിൻ്റെ മരണം വളരെ അടുത്തിരിക്കുകയാണ്. ആ മരണം അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ഡുകൃഞ്ഞുകരണേ എന്നിങ്ങനെ ആവർത്തിച്ച് നീ പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അത് നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഗോവിന്ദനെ ഭജിക്കൂ, ഉപനിഷത് മാത്രവേദ്യനായ പരമാത്മാവിനെ ഭജിക്കൂ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഡുകൃഞ്ഞുകരണേ എന്നുള്ളതിന് മറ്റൊന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. കരണം എന്ന് വെച്ചാൽ കർമ്മം എന്നർത്ഥമാണ്. കർമ്മവും ഭക്തിയും ജ്ഞാനത്തിലെത്തിക്കുകയാണെങ്കിൽ ആ ജ്ഞാനം കൊണ്ട് നിനക്ക് മോക്ഷം നേടാൻ സാധിക്കും. അല്ലാതെ വെറുതെ ഈ ഡുകൃഞ്ഞുകരണം എന്ന് പറയുകയോ കർമ്മങ്ങൾ ആവർത്തിച്ച് അനുഷ്ഠിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടാവില്ല. നരത്വം ദുർലഭം ലോകെ വിദ്യാതത്വ സുദുർലഭ എന്നാണ്. മനുഷ്യജന്മം കിട്ടുന്നത് വളരെ പ്രയാസക്കാലത്തെ പുണ്യകർമ്മങ്ങളുടെ പരിഭാഗമായിട്ട് കിട്ടുന്ന മനുഷ്യജന്മമാണ്. ആ മനുഷ്യജന്മത്തെ നീ ഇങ്ങനെ പാഴാക്കി കളഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് ഈ അവസാന ഘട്ടത്തിൽ ഗോവിന്ദനെ ഭജിക്കൂ. ഭജിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രീതിയെ ഉൽപ്പാദിപ്പിക്കുന്ന അനുകൂലമായ വ്യാപാരത്തെയാണ് ഭജനം എന്ന് പറയുന്നത്. ഈ ഭജനം നാമസങ്കീർത്തന രൂപത്തിൽ ഭജനമാകാം,
അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദന പലതരത്തിലുള്ളതായ ഭജനങ്ങളുണ്ട്. അതിൽ നീ ഗോവിന്ദ ഭജന ഭജിക്കൂ. ഗോവിന്ദൻ എന്ന നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ ആ പരമാത്മാവ് നിൻ്റെ മനസ്സിൽ തെളിയും. അതിനെ ഭജിച്ച് നീ സദ്ഗതിയെ പ്രാപിക്കൂ. അല്ലാതെ വെറുതെ ഈ ഉരുവിട്ട്, ആവശ്യമില്ലാത്ത ഉരുവിട്ട് പഠിച്ച് ജീവിതം വ്യർത്ഥമാക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്.